ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ റോസ് പ്ലാന്റിംഗ് ചലഞ്ചിനെ കുറിച്ചാണ്. പലർക്കും ഫ്ലോപ്പായി പോകാറുള്ള ഒരു പ്ലാന്റാണ് ബഡ് റോസ്. പല തവണ പ്ലാന്റ്സ് വാങ്ങിയിട്ട് അത് പിടിപ്പിച്ചെടുക്കാൻ പറ്റാത്തവർ, അതുപോലെ പിടിപ്പിച്ചെടുത്താൽ തന്നെ അതിൽ പൂക്കൾ വിരിയിക്കാൻ പറ്റാത്തവർ, അത് ഹെൽത്തി ആയിട്ട് വളർത്താൻ പറ്റാത്തവർ, അവർക്കൊക്കെ വേണ്ടിയിട്ടുള്ളതാണ് ഈ റോസ് പ്ലാന്റിംഗ് ചലഞ്ച്. പല തവണ റോസുകൾ വാങ്ങി പരാജയപ്പെട്ടവരൊന്നും ഇനി വിഷമിക്കേണ്ട. നിങ്ങൾക്കൊക്കെ ഈ റോസ് പ്ലാന്റിംഗ് ചലഞ്ചിൽ പങ്കെടുക്കുകയാണെങ്കിൽ ഇതുപോലെ നിങ്ങളുടെ റോസുകളും കുല കുത്തിപ്പൂക്കും. ഇതുപോലെ ഹെൽത്തി ആയിട്ട് നല്ല ഭംഗിയായിട്ട് നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ തന്നെ വളർത്തിക്കൊണ്ടുവരാനായിട്ട് പറ്റും. ഈ റോസ് പ്ലാന്റിംഗ് ചലഞ്ചിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് ബിഗിനേഴ്സ് ആയിട്ടുള്ളവർക്ക് പോലും വളരെ ഈസി ആയിട്ട് ഈ ബഡ് റോസുകൾ നട്ടുപിടിപ്പിക്കാനുള്ള ഒരു ട്രെയിനിങ് നൽകുക എന്നുള്ളതാണ്. അപ്പോൾ ഇതൊരു ഓൺലൈൻ ക്ലാസ് ആയിട്ടാണ് നമ്മൾ ഈ ട്രെയിനിങ് നൽകുന്നത്. ഈ ക്ലാസ്സിൽ പങ്കെടുക്കാൻ നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ വീഡിയോയിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കാം. പിന്നെ ചെറിയൊരു ഫീസോട് കൂടിയിട്ടാണ് കേട്ടോ നിങ്ങൾക്ക് ഈ ക്ലാസ്സുകൾ എടുത്തു തരുന്നത്. അപ്പോൾ ഫീസ് അടയ്ക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് യാതൊരുവിധ നഷ്ടവും വരാനില്ല. കാരണം നിങ്ങൾ എത്രയോ പൈസയ്ക്ക് പ്ലാന്റ്സ് വാങ്ങിക്കുന്നു, അത് നശിച്ചു പോകുന്നു, വീണ്ടും വാങ്ങിക്കുന്നു, വീണ്ടും നശിച്ചു പോകുന്നു. അപ്പോൾ ഇതിങ്ങനെ പോകുന്നതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് അറിഞ്ഞിട്ട് നിങ്ങളൊരു പ്ലാന്റ് വാങ്ങി നടുകയാണെങ്കിൽ ഒരിക്കലും ആ പ്ലാന്റ് നശിച്ചു പോവില്ല. പിന്നെ നിങ്ങളിപ്പോൾ ഒരു പ്ലാന്റ് വാങ്ങിക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അന്ന് മുതൽ നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, അതുമുതൽ ഒരു പ്ലാന്റിനെ എങ്ങനെ ഹെൽത്തി ആക്കി എടുക്കാം, എങ്ങനെ അതിൽ പൂക്കൾ വിരിയിക്കാം, പിന്നെ അതിന് ഒരു റോസ് പ്ലാന്റ് വാങ്ങിച്ചാൽ അതിനെ വർഷങ്ങളോളം എങ്ങനെ നിലനിർത്തി കൊണ്ടുപോകാം, അതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും അടങ്ങിയിട്ടുള്ള ക്ലാസ്സാണ് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത്. ചെടികളെക്കുറിച്ച് ഒന്നും അറിയാത്തവർക്ക് പോലും ഈ ക്ലാസ്സിൽ പങ്കെടുത്താൽ 100% സക്സസ് ആവാം. ഇതെനിക്ക് ഉറപ്പ് തരാൻ പറ്റും. കാരണം എൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന് ഞാൻ പഠിച്ചെടുത്ത കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരുന്നത്. നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്ന റോസ് പ്ലാന്റ്സ് ഉണ്ടല്ലോ, ഇതെല്ലാം എൻ്റെ വീട്ടിൽ ഞാൻ നട്ടുപിടിപ്പിച്ച പ്ലാന്റ്സ് ആണ്. അല്ലാതെ നമ്മൾ വേറൊരു നഴ്സറിയിൽ പോയിട്ടോ അല്ലെങ്കിൽ വേറെ സ്ഥലങ്ങളിൽ പോയിട്ട് എടുത്ത വീഡിയോസൊന്നും അല്ല. ഇത് നമ്മുടെ വീട്ടിൽ തന്നെയുള്ള പ്ലാന്റ്സ് ആണ്. ഈ പ്ലാന്റ്സ് ഒക്കെ കണ്ടിട്ട് പലരും ചോദിക്കാറുണ്ട്, ഇതെങ്ങനെയാണ് ഇത്രയും പൂക്കൾ വരുന്നത്, ചെടി എങ്ങനെയാണ് ഇത്രയും ഹെൽത്തി ആയിട്ട് നിൽക്കുന്നത്, ഞങ്ങളുടെ ചെടിയിൽ ഒരു ഇല പോലും ഇല്ലല്ലോ, എന്താണ് ഇതിൻ്റെ സീക്രട്ട് എന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പം നിങ്ങൾക്കും ഇതുപോലെ തന്നെ റോസുകൾ വളർത്തിയെടുക്കാൻ പറ്റും. അതിനുള്ള ട്രെയിനിങ് ആണ് നമ്മൾ ഈ റോസ് പ്ലാന്റിംഗ് ചലഞ്ചിലൂടെ നിങ്ങൾക്ക് തരാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് റോസ് പ്ലാന്റിംഗ് ചലഞ്ചിൽ പങ്കെടുക്കണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കാം. സ്റ്റാർട്ടിംഗ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഓരോ ബാച്ചുകളായിട്ടാണ് ക്ലാസ്സുകൾ എടുക്കുന്നത്. അപ്പോൾ ആദ്യത്തെ ബാച്ചിൽ 25 മെമ്പേഴ്സിനെയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ കൂടുതൽ ആളുകൾ വരികയാണെങ്കിൽ അതിനനുസരിച്ച് മെമ്പേഴ്സിൻ്റെ എണ്ണം കൂട്ടിക്കൊണ്ടുവരും. അപ്പോൾ ആദ്യത്തെ ബാച്ചിൽ 25 പേരാണ്. അപ്പോൾ അതുകൊണ്ട് താല്പര്യമുള്ളവർ പെട്ടെന്ന് തന്നെ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി. പിന്നെ 10 എപ്പിസോഡുകളായിട്ടാണ് ഈ ക്ലാസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഓരോ എപ്പിസോഡും ഓരോ വീഡിയോ ആയിരിക്കും. ആ വീഡിയോയിൽ എല്ലാ കാര്യങ്ങളും വ്യക്തമായിട്ട് കാണിക്കും, എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരും. പിന്നെ ഓരോ എപ്പിസോഡ് കഴിയുമ്പോഴും നിങ്ങൾക്ക് അതിനെക്കുറിച്ച് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും അത് ക്ലിയർ ചെയ്തതിന് ശേഷമായിരിക്കും അടുത്ത എപ്പിസോഡിലേക്ക് പോകുന്നത്. അങ്ങനെ ഒരു ചെടി നടുന്നത് മുതൽ അതിൻ്റെ ഓരോ സ്റ്റേജിലും ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായിട്ട് തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കി തരും. ഒന്നാമത്തെ എപ്പിസോഡ് എന്ന് പറയുന്നത് ഓൺലൈനായിട്ട് വാങ്ങിക്കുന്ന ചെടികളാണെങ്കിൽ അതിന് എന്ത് കെയർ കൊടുത്തിട്ട് നടണം, അതല്ല നഴ്സറിയിൽ നിന്ന് നേരിട്ട് വാങ്ങിക്കുന്ന ചെടികളാണെങ്കിൽ അതിന് എന്ത് കെയർ കൊടുത്തിട്ട് നടണം, അങ്ങനെയുള്ള കാര്യങ്ങളാണ്. പിന്നെ രണ്ടാമത്തെ എപ്പിസോഡിൽ വരുന്നത് മണ്ണൊരുക്കുന്നതിനെ കുറിച്ചാണ്. പിന്നെ മൂന്നാമത്തെ എപ്പിസോഡിൽ റീപോട്ടിംഗ് ആണ്, റീപോർട്ട് ചെയ്യുന്ന രീതിയാണ്. പിന്നെ നാലാമത്തെ എപ്പിസോഡിൽ വരുന്നത് റീപോട്ടിങ്ങിന് ശേഷം നമ്മൾ എന്തൊക്കെ കെയർ കൊടുത്താലാണ്, അതാണ് മെയിനായിട്ടുള്ള ഒരു സ്റ്റേജ് എന്ന് പറയുന്നത്, റീപോർട്ട് ചെയ്തതിന് ശേഷമുള്ള ആ ഒരു സ്റ്റേജാണ്. അപ്പോൾ നമ്മൾ ആ ചെടി പിടിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കണം, അങ്ങനെയുള്ളതിൻ്റെ ഡീറ്റെയിൽസാണ് നാലാമത്തെ എപ്പിസോഡിൽ വരുന്നത്. പിന്നെ അഞ്ചാമത്തെ എപ്പിസോഡിൽ വരുന്നത് ആ ചെടിയുടെ ഗ്രോത്തിന് വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കേണ്ട വളങ്ങൾ, അതിനെ എങ്ങനെ നന്നായിട്ട് വളർത്തിയെടുക്കാം അതിനെക്കുറിച്ചാണ്. പിന്നെ ആറാമത്തെ എപ്പിസോഡിൽ വരുന്നത് ഫ്ലവറിങ് സ്റ്റേജിൽ നമ്മൾ ആ ചെടിക്ക് എന്തൊക്കെ കെയറിങ് കൊടുക്കണം, എന്തൊക്കെ വളങ്ങൾ കൊടുക്കണം, ഇതിനെക്കുറിച്ചൊക്കെയാണ്. അതുപോലെ ഏഴാമത്തെ എപ്പിസോഡിൽ വരുന്നത് ഫംഗിസൈഡ്, പെസ്റ്റിസൈഡ്, ഇൻസെക്ടിസൈഡ്, അങ്ങനെയുള്ള കാര്യങ്ങളുടെ ഡീറ്റെയിൽസ് ആണ്. പിന്നെ ഇതൊരു ഓൾ സീസൺ ഫ്ലവറിങ് പ്ലാന്റ് ആണല്ലോ ഈ റോസ് പ്ലാന്റ്സ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എപ്പോഴും പൂക്കൾ ഉണ്ടാവണമെങ്കിൽ നമ്മൾ ഓരോ ഫ്ലവറിങ് സ്റ്റേജ് കഴിയുമ്പോഴും അടുത്ത ഫ്ലവറിങ്ങിനായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കണം, അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ആണ്. പിന്നെ 9ാമത്തെ എപ്പിസോഡ് എന്ന് പറയുന്നത് വേനൽക്കാലത്തും മഴക്കാലത്തും നമ്മൾ കൊടുക്കേണ്ട കെയറിങ്ങിനെ കുറിച്ച്. പിന്നെ 10ാമത്തെ എപ്പിസോഡിൽ വരുന്നത് നമ്മൾ വേനൽക്കാലത്തായാലും മഴക്കാലത്തായാലും എത്ര ദിവസം ഇടവിട്ട് നമ്മൾ ഫംഗിസൈഡ്, പെസ്റ്റിസൈഡ്, ഫെർട്ടിലൈസർ ഇതൊക്കെ കൊടുക്കണം, ഏതൊക്കെ വളങ്ങൾ കൊടുക്കണം, അതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള ചാർട്ടാണ്. അതും വേനൽക്കാലത്തും മഴക്കാലത്തും കൊടുക്കാനുള്ള 2 ചാർട്ടുകൾ സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഈ 10ാമത്തെ എപ്പിസോഡിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നതാണ്.
റോസ് ചെടികളെക്കുറിച്ച് പല സംശയങ്ങൾ ചോദിക്കാറുണ്ട് പലരും. അപ്പോൾ എല്ലാവർക്കും റിപ്ലൈ കൊടുക്കാനുള്ള ടൈം കിട്ടാത്തത് കൊണ്ടാണ് പലർക്കും റിപ്ലൈ കിട്ടാത്തത്. അപ്പോൾ അങ്ങനെയുള്ളവരൊക്കെ ഈ ക്ലാസ്സിൽ പങ്കെടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഡൗട്ടെല്ലാം ക്ലിയർ ആക്കി തരുന്നതായിരിക്കും. അതുകൂടാതെ നിങ്ങൾ ആദ്യമായിട്ടൊക്കെ പ്ലാന്റ് വാങ്ങിച്ച് നടുന്നവരാണെങ്കിൽ നിങ്ങളുടെ കൂടെ എന്നും നിങ്ങളെ ഹെൽപ്പ് ചെയ്തുകൊണ്ട് ഞാനും നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാകും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായല്ലോ. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ ആരും മറക്കല്ലേ. ഒപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനി പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക്